വേലിയേറ്റം കനക്കുമ്പോൾ വില്ലനായി കൊച്ചി വടുതല ബണ്ട്. വല്ലാർപാടത്തേക്കുള്ള റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബണ്ട് സ്ഥാപിച്ചതോടെ പ്രദേശം പൂർണ്ണമായും മൺകൂനയായി. വേലിയേറ്റത്തിൽ കൊച്ചിയെ വെള്ളത്തിൽ മുക്കുന്നതിൽ പ്രധാനിയാണ് വടുതല ബണ്ട്. വടുതല ബണ്ട് കൊച്ചിയുടെ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിൽ മുക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. പരാതികൾ പലത് പറഞ്ഞിട്ടും ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഫലം വെള്ളത്തിൽ വരച്ച വര പോലെ നിൽക്കുന്നു. വേലിയേറ്റം കലിതുള്ളിയാൽ തീരത്തെ വീടുകൾ വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. വേലിയേറ്റ സമയത്ത് വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെങ്കിൽ ബണ്ട് പൊളിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം. വടുതലയിലെ ബണ്ട് നീക്കുന്ന വിഷയത്തിൽ ജില്ലാ ഭരണകൂടത്തിനും കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നില്ല. പ്രധാന വെല്ലുവിളി ഇതിനു വേണ്ടിവരുന്ന സാമ്പത്തിക ചിലവുകളാണ്. ഈ പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ആകെയുള്ള പ്രതീക്ഷ നാഷണൽ ഹൈവേ അതോറിറ്റിയിലാണ്. പകരം ഇവിടെ നിന്നെടുക്കുന്ന മണ്ണ് റോഡ് നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്താൻ ദേശീയപാത അതോറിറ്റിക്ക് സാധിക്കുമെന്നും ജില്ലാ ഭരണകൂടം കണക്കുകൂട്ടുന്നു. എന്നാൽ NH-66 നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ മണ്ണ് ഉപയോഗിക്കാനാവില്ലെന്ന് മണ്ണ് പരിശോധന നടത്തി കണ്ടെത്തിയെങ്കിലും തൃശൂർ, പാലക്കാട് ഡിവിഷനുകൾ മണ്ണ് സംബന്ധിച്ച് താൽപര്യം അറിയിച്ചിട്ടുണ്ട്. ഇതിലാണ് ആകെയുള്ള പ്രതീക്ഷ. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ദുരന്ത നിവാരണ ചെയർമാൻ എന്ന നിലയിൽ 10 കോടി രൂപയാണ് കളക്ടർക്ക് ഉപയോഗിക്കാനാകുക. ഇതുപയോഗിച്ച് 2 സ്പാനുകൾക്കിടയിലെ മണ്ണും ചെളിയും നീക്കണമെന്ന് മുമ്പ് ആവശ്യമുയർന്നിരുന്നു. എന്നാൽ ഈ ഫണ്ട് ഇതിന് തികയില്ലെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. ബണ്ടുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വെല്ലുവിളി കോൺക്രീറ്റ് അവശിഷ്ടങ്ങളാണ്. പൈലിംഗ് സമയത്തും മറ്റും റെഡി മിക്സിലൂടെ എത്തിച്ച കോൺക്രീറ്റ് മിക്സിൽ അധികമായി വന്നത് ഓരോ തൂണുകൾക്ക് സമീപവും നിക്ഷേപിച്ചിരുന്നു. ഇത് ബലപ്പെട്ട് ഭീകര വലിപ്പത്തിൽ വെള്ളത്തിന്റെ അടിത്തട്ട് മുതൽ ഉറച്ചു കിടക്കുകയാണ്. ഇത് നീക്കം ചെയ്താൽ മാത്രമേ ബണ്ട് പൊളിക്കലിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.